നമസ്കാരം. ശ്രീചക്ര ജ്യോതിശാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 2ാം ദിനമാണ് അല്ലേ? അപ്പോൾ നവരാത്രി പൂജയിൽ 2ാം നാൾ ദേവിയുടെ ബ്രഹ്മചാരിണി ഭാവത്തെയാണ് ആരാധിക്കേണ്ടത്. ബ്രഹ്മശബ്ദത്തിന് തപസ് എന്നും അർത്ഥമുണ്ട്. ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാലാണ് ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചത്. കയ്യിൽ ജപമാലയും കമണ്ഡലവും ഏന്തി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി ദേവി. ഇലഭക്ഷണം പോലും ത്യജിച്ചുകൊണ്ടാണ് മഹാദേവനെ തപസ് ചെയ്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ദേവിയെ അപർണ എന്ന നാമത്തിലും അറിയപ്പെടുന്നുണ്ട്. നവരാത്രിയുടെ 2ാം ദിവസം ദേവിയെ ഉപാസിക്കേണ്ട മന്ത്രം ഇതാണ്: ദദാനാകരപത്മാഭ്യാ മക്ഷമാലാകമണ്ഡലോ ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമ. ഇതാണ് 2ാം ദിവസം, നവരാത്രിയുടെ 2ാം ദിവസത്തിൽ ബ്രഹ്മചാരിണി ദേവിയെ ഉപാസിക്കേണ്ട മന്ത്രം. ഒന്നുകൂടെ പറയാം: ദധാനാ കരപത്മാഭ്യ മക്ഷമാലാ കമണ്ഡലോ ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമ. ഈ മന്ത്രം ഭക്തിപൂർവം ബ്രഹ്മചാരിണി ദേവിയെ സങ്കല്പിച്ച് ജപിച്ചാൽ അല്ലെങ്കിൽ ഉപാസിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും മനഃശാന്തിയും ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.